ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. ബ്രഹ്മേതി പരമാത്മാവേതി ഭഗവാനേതി ശബ്ദത്തെ. നമുക്ക് ഭഗവാനെ 3 രീതിയിൽ ലഭിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോകളിൽ അല്ലേ. ഏതൊക്കെയായിരുന്നു? ഒന്ന് ബ്രഹ്മമായിട്ട്, പിന്നെ പരമാത്മാവായിട്ട്, പിന്നെ ഒന്ന് ഭഗവാൻ തന്നെയായിട്ട് അല്ലേ. അതില് ബ്രഹ്മം എന്ന് പറയുമ്പോൾ നിരാകാര രൂപമാണ് അല്ലേ. ഭഗവാന് രൂപമില്ല എന്ന് പറയുന്ന ആളുകള്, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകള്, ഭഗവാൻ അരൂപിയായിട്ട് അല്ലെ, ഭഗവാന് രൂപമില്ല, ഭഗവാൻ എന്ന് പറയുമ്പോൾ ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ഒരു ഒരു പവറാണ് എന്നൊക്കെ കാണുന്ന ഒരു വിഭാഗം അല്ലെ. അപ്പൊ ഭഗവാന്റെ ഈ ബ്രഹ്മാവസ്ഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? അത് സത്താണ്. സച്ചിത് ആനന്ദം എന്ന് പറയുന്നതിൽ സത്താണ്. അതെങ്ങനെയാണ്? അത് ഇന്നും നിലനിൽക്കുന്നതാണ്. സത്താണ് ആ പരബ്രഹ്മം എന്ന് പറയുന്നത് അല്ലെ. ആ പരബ്രഹ്മാവസ്ഥയിലും ഭഗവാനെ ആഗ്രഹിക്കാം, അല്ലെങ്കിൽ ഭഗവാനെ അന്വേഷിക്കാം, അല്ലെങ്കിൽ ഭഗവാനെ കണ്ടെത്തുകയും ചെയ്യാം. ആരൊക്കെയാണ് അങ്ങനെയുള്ള ആളുകൾ? യോഗികളായിട്ടുള്ള ആളുകളാണ് അല്ലെ. അവർക്ക് ഭഗവാനെ നിരാകാര രൂപത്തിലാണ് അവർ കൂടുതലും ഭഗവാനിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. പിന്നൊരു വിഭാഗമാണ്, രണ്ടാമത്തെ വിഭാഗം, പരമാത്മ സ്വരൂപനായിട്ട് ഭഗവാനെ കാണുന്നത് അല്ലെ. ആ പരമാത്മഭാവം എന്ന് പറയുമ്പോൾ അത് സത്തുമാണ്, ചിത്തുമാണ്. ചിത്ത് എന്ന് വെച്ചാല് ജ്ഞാന സമ്പൂർണം എന്നാണ് അർത്ഥം. അപ്പോ അത് എന്നും നിലനിൽക്കുന്നതുമാണ്, സത്തുമാണ്, ചിത്തുമാണ്, എന്നും നിലനിൽക്കുന്നതുമാണ്, ജ്ഞാന സമ്പൂർണവുമാണ് അല്ലെ ആ പരമാത്മഭാവം എന്ന് പറയുമ്പോൾ അല്ലെ. അപ്പൊ ഭഗവാനെ പരമാത്മഭാവത്തിലും നമുക്ക് ആരാധിക്കാം. ഭഗവാനെ ഏത് രൂപത്തിൽ, അതായത് ഇഷ്ടദേവതാ രൂപത്തിൽ ആരാധിക്കുന്നതൊക്കെ പരമാത്മഭാവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഭഗവാനെ യഥാർത്ഥത്തിൽ ഭഗവാനായിട്ട് തന്നെ ആരാധിക്കാം. എങ്ങനെയാണത്? ഭഗവാൻ എന്ന് പറയുമ്പോൾ സച്ചിത് ആനന്ദമാണ്, ഈ പറഞ്ഞ പോലെ എന്നും നിലനിൽക്കുന്നതുമാണ്, ജ്ഞാന സമ്പൂർണവുമാണ്, അതേപോലെ തന്നെ ആനന്ദത്തിന്റെ നിറകുടവുമാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ അല്ലെ. അപ്പോ സച്ചിത് ആനന്ദമാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ശ്രീ ബ്രഹ്മസംഹിതയില് ബ്രഹ്മദേവൻ പറഞ്ഞത് എന്താണ്? ഈശ്വര പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. സർവകാരണങ്ങൾക്കും കാരണഭൂതനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെ ഞാൻ നമിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. എന്താണ്? യഥാർത്ഥത്തിൽ ആരാണ് സൃഷ്ടി നടത്തിയത്? ആരാണ് പുനഃസൃഷ്ടി നടത്തിയത്? നമ്മളെല്ലാവരും അറിഞ്ഞു വെച്ചിട്ടുള്ളത് എന്താണ്? ബ്രഹ്മദേവനാണ് സൃഷ്ടി നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സൃഷ്ടി നടത്തിയത് ബ്രഹ്മദേവനല്ല, ഭഗവാൻ തന്നെയാണ് സൃഷ്ടി നടത്തിയിട്ടുള്ളത്. ബ്രഹ്മദേവൻ പിന്നെ എന്താണ് ചെയ്തിട്ടുള്ളത്? അത് വിസർഗമാണ്. സർഗവും വിസർഗവുമാണ്. സർഗം നടത്തിയത് ഭഗവാനും അതിന്റെ വിസർഗം നടത്തിയതാണ് ആര്? ബ്രഹ്മദേവനും എന്ന് പറയുന്നത് അല്ലെ. ഭഗവാൻ എന്താ സൃഷ്ടിച്ചതപ്പോ? ഭഗവാനാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. ഭഗവാൻ എന്താ സൃഷ്ടിച്ചത്? ഭഗവാൻ 24 എലമെന്റ്സ് ആണ് സൃഷ്ടിച്ചത്. ആ 24 എലമെന്റ്സ് ഏതൊക്കെയാണ്? 24 എലമെന്റ്സ്. ഒന്ന് പഞ്ചഭൂതങ്ങള്, പഞ്ച ഇന്ദ്രിയങ്ങള്, പഞ്ചരസങ്ങള്, പിന്നെന്താണ്? 5 അവയവങ്ങള്. ഇത് കൂടാതെ കണ്ട് മനസ്സ്, ബുദ്ധി, വിദ്യാഹങ്കാരം, പിന്നെ ഒന്നും കൂടെ ഉണ്ട്. എന്താണ്? അവബോധം. ഈ 4 കൂടെ ചേരുമ്പോൾ 24 എലമെന്റ്സ് ആയി. ഈ 24 എലമെന്റ്സ് ആണ് ഈ ഭൗതിക പ്രകൃതിയുടെ സൃഷ്ടിക്ക് വേണ്ടി ഭഗവാൻ ആദ്യം സൃഷ്ടിച്ചത്. ഇതാണ് സൃഷ്ടി എന്ന് പറയുന്നത് അല്ലെ. ഈ സൃഷ്ടിക്ക് ശേഷം ഈ സൃഷ്ടി, അതായത് ഈ എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട്, എങ്ങനെയാണ് ഈ എലമെന്റ്സ് ഉപയോഗിച്ച് ആ എലമെന്റ്സ് ഓരോരോ ജീവാത്മാക്കളിലും അതിന്റെ യോഗ്യതയനുസരിച്ച് അതിന് ശരീരപ്രകൃതികൾ നൽകിക്കൊണ്ട്, അതിന് ത്രിഗുണങ്ങൾ നൽകിക്കൊണ്ട് എങ്ങനെയാണ് ഈ കണ്ട പ്രകൃതി സൃഷ്ടി നടത്തിയത്? ബ്രഹ്മദേവനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യം സൃഷ്ടി നടത്തിയത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. കാരണം റോ മെറ്റീരിയൽസ് കൊടുത്തതാരാ? അത് ഭഗവാനാണ്. ആ റോ മെറ്റീരിയൽസ് വെച്ച് അതിന് വിവിധ തരത്തിലുള്ള ആകൃതികളും രൂപങ്ങളും സൃഷ്ടിക്കുകയാണ് ആര് ചെയ്തത്? ബ്രഹ്മദേവൻ ചെയ്തിട്ടുള്ളത്. ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഭഗവാന്റെ ആദ്യത്തെ സൃഷ്ടി അത് ബ്രഹ്മദേവനാണ്. ആ ബ്രഹ്മദേവൻ അല്ലെ, ബ്രഹ്മദേവൻ എങ്ങനെയാ സൃഷ്ടിക്കപ്പെട്ടത്? ഗർഭോദശകായി വിഷ്ണു ഭഗവാന്റെ അല്ലെ, ഗർഭോദശകായി വിഷ്ണു ഭഗവാന്റെ ആ നാഭിയിൽ നിന്ന് വന്നിട്ടുള്ള താമരത്തണ്ടില് 14 ലോകങ്ങൾ ഉൾക്കൊണ്ടപ്പോൾ ആ ലോകങ്ങളുടെ എല്ലാം മുകളിലായിട്ട് എന്താണ്? സത്യലോകം അഥവാ ബ്രഹ്മലോകം സൃഷ്ടിക്കപ്പെടുന്നു അല്ലെ. ആ ഏറ്റവും മുകളിലായിട്ടൊരു താമര ഉണ്ടാവുകയും ആ താമരയിലാണ് ബ്രഹ്മദേവൻ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നത് അല്ലെ. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ആ ഒറിജിൻ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് അന്വേഷിച്ച് ബ്രഹ്മദേവൻ സഞ്ചരിക്കുകയാണ് ഇങ്ങോട്ട്. താമരയുടെ അടിയിലേക്കും ആ തണ്ടിന്റെ അടിയിലേക്കും മുകളിലേക്കുമായിട്ട് സഞ്ചരിച്ചു. എങ്ങും എത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല അല്ലെ. ഭഗവാന്റെ ആദ്യത്തെ സൃഷ്ടിയാണ്. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ആദ്യമായി ഉണ്ടാക്കപ്പെട്ട ജീവാത്മാവാണ് ബ്രഹ്മദേവൻ.
ആ ബ്രഹ്മദേവന്റെ അവസ്ഥ ഇതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം താഴേക്കും മുകളിലേക്കുമായിട്ട് സഞ്ചരിക്കുകയാണ്. ആ സഞ്ചാരത്തിനൊടുവിൽ അദ്ദേഹത്തിന് എവിടെ എത്താൻ സാധിക്കുന്നില്ല. അവസാനം പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള ഭഗവാനെയും വിളിച്ച് നിലവിളിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നിട്ട് ഭഗവാൻ ജ്ഞാനോദയം എങ്ങനെയാ തപ തപ എന്ന് പറയുകയാണ്. അതായത് തപസ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 1000 വർഷം ബ്രഹ്മദേവൻ തപസ് അനുഷ്ഠിക്കുന്നു. ആ 1000 വർഷം തപസ്സിന്റെ ഫലമായിട്ട് ഭഗവാൻ ദർശനം കൊടുക്കുന്നു. ആ ഭഗവാന്റെ ദിവ്യ ദർശനം കണ്ട മാത്രയില് സന്തോഷാധിക്യത്താലാണ് ശ്രീ ബ്രഹ്മദേവൻ ബ്രഹ്മസംഹിതയില് ഇങ്ങനെയുള്ള സ്തുതികൾ പറഞ്ഞത് ഭഗവാനെ കുറിച്ച്. അപ്പൊ ആ കണ്ട ഭഗവാൻ ആരാണ്? ആ പരമാത്മ സ്വരൂപനായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ, ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങളുടെ മുഴുവൻ സൃഷ്ടാവായിട്ടുള്ള, ബ്രഹ്മശിവാദികളുടെ പോലും സൃഷ്ടാവായിട്ടുള്ള ആ ഭഗവാൻ കൃഷ്ണൻ അല്ലെ. ആ ഭഗവാനെ കുറിച്ചാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ശ്രീ ബ്രഹ്മദേവൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ബ്രഹ്മദേവൻ പറഞ്ഞത്? ഈശ്വര പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. സർവകാരണങ്ങൾക്കും കാരണഭൂതനായിട്ടുള്ള ആരാണ്? ഈശ്വര പരമമായിട്ടുള്ള കൃഷ്ണ, അങ്ങേ ഞാൻ നമിക്കുന്നു എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ബ്രഹ്മദേവൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ ഭഗവാനാണ് സൃഷ്ടി നടത്തിയത്. അപ്പൊ ഇനി നമുക്ക് തെറ്റണ്ട, യഥാർത്ഥത്തിൽ സൃഷ്ടി നടത്തിയത് ആരാണ്? അത് ഭഗവാൻ തന്നെയാണ്. ഇനി യഥാർത്ഥത്തിൽ സംഹാരവും നടത്തിയത് ഭഗവാൻ തന്നെയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ.